എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് പനിയെക്കുറിച്ച് നോക്കാം. കാരണം ഈ മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്ക് പേടിയുള്ളതാണ് പനി എന്ന് പറഞ്ഞത്. ചിലപ്പോൾ നല്ല മഴയായിരിക്കും, ചിലപ്പോൾ ഇടയ്ക്ക് വെയിലും വരുമ്പോൾ നമ്മൾ പറയാറുണ്ട് കാലാവസ്ഥ മാറി ഇനി പനിക്കാലമായി എന്ന് പറയാറുണ്ട്. മോഡേൺ മെഡിസിൻ്റെ പിതാവായ ഹിപ്പോക്രാറ്റസ് പറയുന്നുണ്ട്, എനിക്ക് പനി തരൂ, ഞാൻ അനേക രോഗങ്ങളെ മാറ്റാമെന്ന്. കാരണം അന്ന് ആ കാലത്ത് പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോഗത്തിന് എന്തോ രോഗം വരാനുള്ള ഒരു ലക്ഷണമായിട്ടാണ് പറയാറുള്ളത്. അപ്പോൾ പക്ഷേങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ നിയന്ത്രിക്കുന്നതാണ് ഹൈപ്പോതലാമസ് എന്ന ഭാഗം. അതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ചൂടിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും, മഴക്കാലത്ത് നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറച്ച് വർദ്ധിച്ചിട്ടിരിക്കും. കാരണം പുറത്ത് മഴയാണ്, പക്ഷേങ്കിൽ നേരെ മറിച്ച് ചൂട് കാലത്താണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേർപ്പ് ഗ്രന്ഥികളായിരിക്കും കൂടുതലുണ്ടാകുന്നത്. കാരണം ആ ചൂടിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വേർപ്പ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് സ്കിന്നിൽ പല കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിന് നമ്മുടെ ആന്തരിക അവയവങ്ങളിലേക്ക് ദോഷകരമായിട്ട് ബാധിക്കുമെന്നുള്ളത്. കാരണം ഇത് ഉള്ളിലേക്ക് കയറാനുള്ള പ്രവണത കൂടുതലാണ്. പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പലതരം പനിയുണ്ട്. ഇപ്പോൾ തന്നെ വാർത്തകളിൽ കാണുന്നുണ്ട് നിപ്പ വീണ്ടും വന്നു എന്ന്. പനീൻ്റെ വിവിധ തരം പേരുകളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുക. മോഡേൺ മെഡിസിൻസ് പുതിയ ആധുനിക ചികിത്സാ രീതി പ്രകാരം പലതരം പേരുകളാണ് ഇട്ടിട്ടുള്ളത്. പനി, കുരങ്ങ് പനി, ഡെങ്കിപ്പനി, അങ്ങനെ പലവിധ നിപ്പ, കൊറോണ, അങ്ങനെ പലവിധ പേരുകളിലാണ് ഇന്നത്തെ പനി അറിയപ്പെടുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ പനി എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ചൂട് കൂടിയ അവസ്ഥ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. അതിൻ്റെ രോഗലക്ഷണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തലവേദനയായിരിക്കും, ചിലപ്പം ജലദോഷം ഉണ്ടാകും, ചിലപ്പം ഛർദിയായിരിക്കും, ചിലപ്പം വയറിളക്കമായിരിക്കും. ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇതിലേതെങ്കിലും ഒന്ന് മൂലമുള്ള രോഗങ്ങൾ, ചെള്ളുപനി അല്ലെ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേങ്കിൽ എല്ലാവരും പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസ്ഥകളൊന്നു തന്നെയാണ്. പക്ഷെ ബാക്ടീരിയ, ഫംഗസ് ഇങ്ങനത്തെ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ പനീനെ വിവിധ തരം പേരുകളിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്കെല്ലാവർക്കും ഫസ്റ്റ് ഭയമാണ് വരിക. അയ്യോ, ഇങ്ങനെ പനി വരുന്നുണ്ടല്ലോ, അത് പകർച്ച വന്നു കഴിഞ്ഞാൽ പോകില്ലല്ലോ, അങ്ങനെ ഒരു ഭയം കൊണ്ടാണ് നമുക്കിന്ന് പേടിപ്പെടുത്തലുകളാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ പനിക്കുമ്പോൾ തന്നെ നമുക്കൊരു പേടിയിലൂടെയാണ് പോകുന്നത്. എന്നാൽ അക്യുപഞ്ചർ രീതി പ്രകാരം പനീനെ ഒരു ഹീലിംഗ് പ്രവർത്തനമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്യുപഞ്ചറിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയും ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് നിങ്ങളുടെ വിശപ്പിനെ, ദാഹത്തിന്, വിശ്രമത്തിന്, ക്ഷീണത്തിന് ഇതൊക്കെ നോക്കിക്കൊണ്ട്, ഉറക്കത്തിനെയൊക്കെ നോക്കിക്കൊണ്ട് നിന്ന് നിങ്ങളെ പനി മാറുന്നത് കാണാൻ വേണ്ടി പറ്റും. ഈ പനിക്കുന്നതിന് ചൂട് വരുന്നത്, ശരീരം ചൂട് വരുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. വിശപ്പുണ്ടാവില്ല, ക്ഷീണമായിരിക്കും 2-3 ദിവസം. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, സമയാസമയത്തിന് ഫുഡ് കഴിക്കും. എന്താണെന്നറിയില്ല, ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞിട്ട് ഫുഡ് കഴിക്കും. കൃത്യമായിട്ട് 4-5 നേരം ഫുഡ് കഴിക്കും. വേണ്ടെങ്കിലും ചിലപ്പോൾ രുചി ഉണ്ടാവില്ല, തൊണ്ടവേദന ഉണ്ടാവും, എന്നാലും ഫുഡ് കഴിക്കും. ഈ ഫുഡ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ബുദ്ധിമുട്ട് കൂടി വന്ന് പിന്നെ നല്ല ശക്തമായിട്ടുള്ള പനിയിലേക്ക് വരും. അങ്ങനെയാണ് ഈ പനി കുറച്ച് ദിവസം അങ്ങോട്ടേക്ക് മാറി നിൽക്കുന്നത്. എന്നാൽ ഒരു അക്യുപഞ്ചറിസ്റ്റുകൾ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ആ ശരീരത്തിൻ്റെ ഭാഷ മനസ്സിലാക്കുക. എന്താണ് വിശപ്പ്, എപ്പോഴാണ് ദാഹം, ക്ഷീണമുണ്ടോ, അപ്പോൾ എന്തോ ഒരു വയ്യായിക ശരീരത്തിനുണ്ട്, അതൊരു ഹീലിങ്ങിൻ്റെ ടൈമാണെന്ന് ചോദിച്ചിട്ട് എന്ത് ചെയ്യും, ഫുഡ് മാക്സിമം ഒഴിവാക്കും. ഇനി അഥവാ വിശപ്പ് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പഴച്ചാറ് പോലുള്ളവയോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് റോ ആയിട്ടുള്ളതോ കഴിച്ചുകൊണ്ട് ആ ഒരു ഇതിനെ നിർത്തുക. അല്ലെങ്കിൽ കഞ്ഞീൻ്റെ വെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം അങ്ങനത്തെ കുടിക്കാൻ പറ്റുന്നൊരു മാത്രം കുടിച്ചിട്ട് ആ ഒരു വിശപ്പിനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കൊണ്ട് അധികം പനി ശക്തിയോടെ വരാണ്ട് ആ ഒരു പ്രയാസം മാറി, ക്ഷീണം മാറി പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. എൻ്റെ മകൾക്ക് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല കടുത്ത പനിയായിരുന്നു. പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറ്റുള്ള ട്രീറ്റ്മെൻറ്റിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ജീവിത രീതി എല്ലായിടത്തും ഒരുപോലെ ആയിരുന്നു. രാവിലെ ഫുഡ് കഴിക്കും, ഉച്ചക്ക് ഫുഡ് കഴിക്കും, വൈകുന്നേരം ഫുഡ്, രാത്രി ഡിന്നർ, അതിനിടക്ക് ചായ കുടിക്കും. ഇങ്ങനെ ഫുഡ് 5-6 നേരം കഴിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആ ഒരു പനി വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റുള്ളവർക്കും പനി ബാധിക്കാറുണ്ടായിരുന്നു. കാരണം എല്ലാവരിലും ആ ഒരു അത്തരത്തിലുള്ള
മാലിന്യം കെട്ടിക്കിടക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരിലേക്കും ആ പനി വ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കഴിഞ്ഞ ആഴ്ച ഫുൾ ഞാൻ അവളുടെ കൂടെ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആർക്കും പനി വന്നില്ല. ഇവർക്ക് നല്ല ശക്തമായിട്ടുള്ള പനിയായിരുന്നു. 4 ദിവസം അവൾ എണീച്ചേയില്ല. ഞാനും വിചാരിച്ചു, കാരണം അവൾക്ക് ഫ്രൂട്ട്സ് അങ്ങനെ ഇഷ്ടമല്ലായിരുന്നു. അപ്പം എന്ത് കൊടുക്കും എന്ന് എനിക്കറിയില്ല. അവളാണെങ്കിൽ എന്തെങ്കിലും കൊടുത്താൽ തന്നെ അതൊക്കെ കയ്പ്പാണെന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ തുടങ്ങി. ഒന്നും കഴിക്കാത്ത അവസ്ഥയായി. നല്ല ക്ഷീണമുണ്ടായിരുന്നു. കക്ഷി എണീച്ചിട്ടേ ഇല്ല. രാത്രിയൊക്കെ പതിവിലും കൂടുതൽ ഒന്നും കഴിക്കാത്ത വ്യക്തിക്ക് നന്നായിട്ട് മൂത്രം പോയിരുന്നു. 5-6 പ്രാവശ്യം അവൾ എണീച്ച് മൂത്രം ഒഴിച്ചിരുന്നു. പകലും നന്നായിട്ട് മൂത്രം പോയി. ഒരു 4 ദിവസമായപ്പോൾ ഞാൻ കരിക്കും വെള്ളം കൊടുത്തു. അത് അവൾക്ക് കുഴപ്പമില്ല. ബാക്കി എന്ത് തിന്നുമ്പോൾ കഴിക്കുന്ന ഒരാൾ ആ വെള്ളം കുടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 3-4 ദിവസം 4 ദിവസം 2 ദിവസം 3-4 കരിക്ക് അങ്ങനെ കുടിച്ചു ആ ഒരു ഇതിലേക്ക് വന്നു അവൾ സാധാരണ. പിന്നെ അവൾക്ക് കഞ്ഞി കുടിക്കാമെന്നായി. അപ്പോൾ ഈ ടൈമിലും തീരെ വയ്യാത്ത സമയത്തും ഞാൻ കഞ്ഞീൻ്റെ വെള്ളം കുടിക്കാൻ വേണ്ടി കൊടുത്തിരുന്നു. അതായത് കുത്തരിയുടെ നല്ല ആ അരി കഴുകിയാൽ പോകുന്ന അരിയല്ല, നന്നായിട്ടുള്ള കുത്തരി വാങ്ങി പൊതിർത്തി വെച്ച് വേവിച്ച് അതിൻ്റെ വെള്ളം കുടിപ്പിക്കുക. അപ്പോഴും അവൾ കഴിക്കുന്നു എന്നിട്ട് വളരെ അല്പം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. 4 ദിവസം നല്ല ക്ഷീണത്തിലും നല്ല പനിയായിരുന്നു, കടുത്ത പനിയായിരുന്നു. അത് മാറി ആൾ ഓക്കെ ആയി. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിശപ്പ് ശരിക്കും മാറുന്നില്ല. അങ്ങനെ അവൾക്ക് ബിരിയാണി വെച്ച് കൊടുത്തു. അവൾ അത് കഴിച്ച് ഇപ്പോൾ അവൾക്ക് ഒരു പ്രശ്നവുമില്ല. ശരിക്കും ഞാൻ അറിയുകയാണ് എങ്ങനെയാണ് നമ്മളെ വീട്ടിൽ പണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ബാധിക്കുന്നത്. കാരണം ഞാനിപ്പം വിശന്നാൽ മാത്രമേ ഫുഡ് കഴിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവളെ കൂടെ കടന്നിട്ടുണ്ട്, ഒപ്പരം അവളെ കൂടെ തന്നെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം നോക്കുവാക്കും എല്ലാം ചെയ്തിട്ടും പനി പിന്നെ പകർച്ചവ്യാധിയായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ശരീരത്തിനെ നോക്കിക്കാണുന്നത് അതിനനുസരിച്ച് മാത്രമേ രോഗങ്ങൾ വരുള്ളൂ. കൂടെ പനിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഒരുപാട് മെഡിസിൻ കഴിച്ച് ആ പനീനെ അമർച്ച ചെയ്യുന്നതിന് പകരം അക്യുപഞ്ചർ പോലെയുള്ള ചികിത്സാ രീതിയിൽ വന്ന് നോക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ്, നല്ല ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ ചികിത്സാ രീതി ഫോളോ ചെയ്തിട്ട് കാര്യമുള്ളൂ. ക്ഷമയുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഒരു അക്യുപഞ്ചറിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ഈ ചുമയും ജലദോഷം അത് മാറിപ്പോകുന്നത് കാണാം. നിങ്ങളൊന്ന് വിശപ്പ് നോക്കിയിട്ട് ഫുഡ് കഴിച്ച് ആ ഒരു ശരീരത്തിൻ്റെ വേസ്റ്റ് ഒന്ന് കത്തിക്കുന്നവരെ ഒരു സമാധാനത്തിൽ നിന്ന് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയണ്ട ആരോഗ്യകരമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ വേണ്ടി പറ്റുന്നതാണ്. ഓക്കെ, താങ്ക് യു.